എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13. വേനലവധി മാസം അത് ബന്ധു വീട്ടിലൂണ്. ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടുവന്നൊരാൾ എന്റെ പിന്നിൽ അറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം, അതിന്റെ പേര് കാമം, അതിന്റെ പേര് തോം തനക തക തനക തക തന തോം തക തനോ 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 തോം തനക തക തനക തക തന തോം. അതിന്റെ പേര് കാമം. തോം തനക തക തനക തക തന തോം തക തനോ 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 തോം തനക തക തനക തക തന തനക തക തന തനക. എന്തിനാണ് ഏതിനാണ് എന്നതറിയില്ലെന്നാലും നെഞ്ചിലാഞ്ഞു കയറി തീ കൊള്ളിക്കൊണ്ടി മുറിവ്, തീ കൊള്ളിക്കൊണ്ടി മുറിവ്. നാളിതെത്ര പോയാലും മഞ്ഞിടാത്ത മുറിവ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടറിന്റെ വാർഷികാഘോഷ പരിപാടി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഈ പരിപാടിയിൽ ഞങ്ങളുടെ അതിഥിയായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരി കൂടിയായ ഗൗരി ലക്ഷ്മി. വീട്ടുകാരി എന്ന് പറയാൻ കാര്യം റിപ്പോർട്ടർ കുടുംബത്തിലൊരു അംഗമാണ് ഗൗരി. മുറിവെന്ന പാട്ട് ഈ ഗൗരി ലക്ഷ്മിയോട് ഞങ്ങൾ പാടാൻ ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ നോ രക്ഷ. രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഗൗരി നേരിടുന്നത്. ഗൗരി ലക്ഷ്മി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗൗരി, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗൗരി, ഞാൻ ഓർമ്മിക്കുന്നു ആ സമയത്ത് ഞാൻ ഗൗരിയോട് ഞാനാണ് ചോദിക്കുന്നത്, മുറിവൊക്കെ ഉണങ്ങിയോ ഗൗരി എന്നൊരൊറ്റ വാക്കേ ചോദിച്ചുള്ളൂ. അപ്പോഴാണ് ഗൗരി ആ പാട്ട് പാടുന്നത്. ആ പാട്ട് പാടിയതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് ഗൗരി? പാട്ട് പാടിയതിന് ശേഷം എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറിന്റെ ഇൻസ്റ്റഗ്രാം റീൽ എന്തോ ആണ് അവിടുന്ന് കൊളുത്തി കയറിയതാന്ന് തോന്നുന്നു. ഒരാഴ്ച മറ്റേ ഫുൾ എല്ലാ സ്ഥലത്തും നമ്മുടെ പാട്ട് എന്നിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്കും കുറേ മെസ്സേജുകളൊക്കെ വന്നു. ചില ആളുകളൊക്കെ വളരെ മോശമായ ഭാഷയിലുള്ള കമൻറ്റുകളൊക്കെ ചേർത്തിട്ടാണ് ഈ ആ പാട്ടിനെ കുറിച്ച് എഴുതിയത്. നമുക്കവരെ ഓരോരുത്തരെയായിട്ട് മറുപടി പറയാൻ കഴിയില്ലല്ലോ. എനിക്കറിയാം ഗൗരി വലിയൊരു സമ്മർദ്ദത്തിലൂടെ കടന്നുപോയെന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ശരിക്കും ആ സോഷ്യൽ മീഡിയയിലെ ട്രോളൊക്കെ വന്നപ്പോൾ ഗൗരിക്കൊരു ചെറിയ വിഷമവും സങ്കടവും ഒക്കെ വന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഇതിന്. ഒന്നൊരു പേഴ്സണൽ സൈഡ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബോംബ് പൊട്ടുന്ന പോലത്തെ അറ്റാക്ക് വരുമ്പോഴേക്കും എന്താ സംഭവം നമ്മളൊന്ന് പുറകോട്ട് വലിയും തോന്നും. പക്ഷേ ഈ പാട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് 1.5 വർഷം മുന്നെയാണ് ഒറിജിനൽ റിലീസായത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും റെസിസ്റ്റൻസ് ഉണ്ടാവും, ആളുകൾ ട്രിഗേർഡ് ആവും എന്നൊരു ബോധം അപ്പോഴേ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇത് ബ്ലോ അപ്പ് ആവും, ഇത്രയും സൈബർ ബുള്ളിങ് നടക്കുന്നുള്ളത് ഒരു ഐഡിയയിലാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പോസ് ചെയ്യേണ്ടി വന്നു എനിക്ക്. പക്ഷെ എനിക്കൊന്ന് ഒരു പ്രൊഫഷണൽ സ്പേസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസിൽ ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പോൾ ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ ഇതുവരെ ഇല്ലാത്ത റെക്കോർഡ് ലെവലിലാണ് ആളുകൾ, അതിൻ്റെ ഗ്രാഫ് നേരെ മുകളിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇൻസ്റ്റഗ്രാമിലും ഭയങ്കര ട്രാഫിക്കാണ്. അപ്പം ആ ഒരു ഇമോഷണൽ സൈഡ് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ആക്ച്വലി എ റിയലി ഗുഡ് തിങ്. പക്ഷേ എങ്കിലും ആ പേഴ്സണൽ കാര്യത്തിൽ നമ്മളുടെ ഒരു പരിപാടിയിൽ വന്ന് ഗൗരി പാടിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ പേഴ്സണലായിട്ട് കുറച്ചു നേരമെങ്കിലും ഒരു അല്പം സങ്കടം ഒന്ന് ഉലഞ്ഞു പോയത് എന്നതിൽ ഗൗരിയുടെ സങ്കടത്തോടൊപ്പം ഞങ്ങൾ ചേരുകയാണ്. ഗൗരി സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഗൗരി, ഞാൻ ഇന്ന് വിളിച്ചത് ഗൗരിയുടെ പെർമിഷനോട് കൂടിയാണ് ഗൗരിയെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. കാരണം ഇത് തികച്ചും സ്വകാര്യമായ വിഷയമാണ്. 8-ാം വയസ്സിലും 13-ാം വയസ്സിലും സംഭവിച്ച കാര്യങ്ങളാണ് ഗൗരി ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് വീണ്ടും ഓർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നതിനൊരു ട്രോമയാണ്. ആ കാര്യം എനിക്കും അറിയാം, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. പക്ഷേ അതെന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് ഇനി ആ പാട്ടിനെ ട്രോളുന്ന ആളുകൾ അറിയാൻ വേണ്ടി ഗൗരിക്ക് കഴിയുമെങ്കിൽ ഗൗരിയുടെ ബോധ്യത്തിനനുസരിച്ച് ഗൗരിയുടെ എല്ലാ പരിമിതികൾക്കുള്ളിലും നിന്നുകൊണ്ട് ഗൗരിയുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ എല്ലാം പരിഗണനയോടുകൂടി തന്നെ ഗൗരിക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം ഗൗരിക്ക് പറയണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ അത് എത്തിക്കുന്നത്. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നത്. ഗൗരി പറഞ്ഞോളൂ, എന്താണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടി ആ 2 പാട്ടുകളും ഗൗരി അത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരോട് പറയാം. എനിക്കറിയാം ഇത്തരം സന്ദർഭങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏർപ്പാടാണ്, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അത് ട്രോളിയ ആളുകൾക്ക് അറിയണം എന്താണ് ഗൗരി കടന്നുപോയ മാനസികാവസ്ഥ, ഗൗരിക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ, അതിൻ്റെ എത്രത്തോളം തീവ്രതയുണ്ട്, ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുടരുന്നു എന്നതറിയാൻ വേണ്ടി ഗൗരിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ ഗൗരി.
ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഏത് പെൺകുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചാലും, ഞാൻ പെൺകുട്ടികളുടെ കാര്യമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഡസൻ മീൻ ആണുങ്ങൾ അതിൽ കൂടെ പോയിട്ടില്ല എന്ന്. നമ്മൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കടന്നുപോയ ഒരു കാര്യം പറയുമ്പം ഉടനെ തന്നെ ഇല്ല ഞങ്ങൾ ആണുങ്ങൾക്കും ഇതുണ്ട്, അതല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങളെക്കുറിച്ചാണ് ഈ പാട്ടിൽ സംസാരിക്കുന്നത്. ഇത് സ്ത്രീകൾ ഫേസ്, ഞാൻ ആസ് എ വുമൺ ലൈക്ക് ഒരു പെണ്ണായിട്ട് ജനിച്ച് പെണ്ണായിട്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു സ്ഥലത്തും ഒരാളെയും ഒരാണിനെ വലിച്ച് താഴെ ഇടാനോ ആൺവർഗം മൊത്തം പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനും ആ പാട്ടിൽ നടന്നിട്ടേ ഇല്ല. പക്ഷെ ആസ് യൂഷ്വൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം സംഭവിച്ചതുപോലെ ഒരു വുമൺ മുന്നോട്ട് വന്നിട്ട് അവർ ഫേസ് ചെയ്തൊരു കാര്യം പച്ചയ്ക്ക് പോളിഷ് ചെയ്യാണ്ട് ഹണി കോട്ട് ചെയ്യാണ്ട് ഷുഗർ കോട്ട് ചെയ്യാതെ പുറത്തേക്ക് പറയുമ്പം അവരെല്ലാവരും ഫേസ് ചെയ്ത അതേ ബുള്ളിങ് മാത്രം പറഞ്ഞപ്പോൾ ആക്ച്വലി ഒരു ഹെയ്റ്റ് ക്രൈമാണ്. ഇതൊരു പാട്ട് ആസ് എ ക്രിയേറ്റർ ഒരു പാട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴേക്കും ആ പാട്ട് നല്ലതാണ് മോശമാണ് എന്നുള്ള കോൺവെർസേഷൻ ഇസ് വെരി ഹെൽത്തി. അത് ആവശ്യമാണ്. ആസ് എ മ്യൂസീഷ്യൻ അത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നല്ലതാണ് മോശമാണ് എന്നുള്ളൊരു പ്രോപ്പർ നോർമൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പേഴ്സണൽ അറ്റാക്കും നമ്മുടെ ക്യാരക്ടർ അസാസിനേഷനും ഭീഷണികളും എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ രീതിയിൽ ഒരാളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക അതൊക്കെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കുന്നുണ്ട്. ഗൗരിക്ക് ഇപ്പൊ എത്ര വയസ്സായി? വയസ്സ് പറയാൻ കഴിയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സാധാരണ നമ്മൾ സെലിബ്രിറ്റികളോട് വയസ്സ് ചോദിക്കാറില്ല. എനിക്കിപ്പം അടുത്ത മാസം 31. ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു വിഷയം പോലും അത്ര ഒരു സൂചി കുത്തുന്ന ഒരു ഓർമ്മയായിട്ട് ഒരു വേദനയായിട്ട് നെഞ്ചിൽ തീ എരിയുന്ന പോലെ ഒരു മുറിവായിരുന്നു എന്നല്ലേ പറഞ്ഞു. തീക്കൊള്ളി കൊണ്ടുള്ള മുറിവാണ് എന്നാണ് പാട്ടിൽ തന്നെ പറയുന്നത്. അതുപോലെ സൂക്ഷിക്കണമെങ്കിൽ അത്ര തീവ്രമായിരിക്കുമല്ലോ ആ ഒരു അനുഭവം. 8ാമത്തെ വയസ്സിലാണ് ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ അറിയാൻ. 8 വയസ്സിലും 13 വയസ്സിലും ഗൗരിക്ക് സംഭവിച്ച ജീവിതത്തിലെ വളരെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം അതൊരു വലിയ മുറിവായിട്ട് ഇപ്പോഴും ഗൗരിയുടെ മനസ്സിലുണ്ട്. പക്ഷേ സമൂഹം അത് ഉൾക്കൊള്ളുന്നില്ല. ഇപ്പോഴും ചൂട് കൊടുക്കുകയാണ് ഗൗരിക്ക്. കൂടുതൽ പൊള്ളിക്കോട്ടെ എന്നതാണ് ഈ സമൂഹത്തിൻ്റെയൊക്കെ ഒരു ധാരണ. ഗൗരി ആ 8ാമത്തെ വയസ്സിലെ കാര്യത്തെക്കുറിച്ച് ഗൗരി ആ പാട്ട് നേരത്തെ പാടിയിരുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പാടിയാൽ അത് പ്രേക്ഷകർ കേൾക്കട്ടെ ഒരിക്കൽ കൂടി, എന്നിട്ട് നമുക്കത് വിശദീകരിക്കാം എന്താണ് ഗൗരിക്ക് കഴിയുന്ന അത്രയും. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13, വേനലവധി മാസം അത് ബന്ധു വീട്ടിലൂണ്, ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാൾ എന്റെ പിന്നിലറിയാത്ത പോൽ തൊട്ടു, അതിന്റെ പേര് കാമം, അതിന്റെ പേര് കാമം, അതിന്റെ പേര് തോം തനക തകത തനക തക തന തോം തകതനും തനും 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 തോം തനക തകത തനക തക തന തനക തക തന തനക. എന്തിനാണ് ഏതിനാണ് എന്നതറിയില്ലെന്നാലും നെഞ്ചിലഞ്ഞു കയറി തീക്കൊള്ളി കൊണ്ടി മുറിവ്, തീക്കൊള്ളി കൊണ്ടി മുറിവ്, നാളിതെത്ര പോയാലും മഞ്ഞിടാത്ത മുറിവ്, മഞ്ഞിടാത്ത മുറിവ്. ഓക്കെ ഗൗരി ആ പാട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ വിശദീകരിക്കുക എന്നുള്ളത് ഒരു ക്രൈം തന്നെയാണ്. പക്ഷേ ഗൗരി ആ അനുഭവം ഇപ്പോഴും പല കുട്ടികൾക്കും തുടരുന്നില്ലേ? 8ാമത്തെ വയസ്സിൽ തുടങ്ങിയ അനുഭവം പല കുട്ടികളല്ല, ഇത് എല്ലാ കുട്ടികളും പോകുന്നൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ട് എന്നെ ഇതുവരെയും ആരും എൻ്റെ കൺസെന്റ് ഇല്ലാണ്ട് തൊട്ടിട്ടില്ല, എന്നെ ഇതുവരെയും എന്നാരും സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളെ പോലും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ലൈക്ക് എവറി സിംഗിൾ പേഴ്സൺ ഐ ഹവ് മെറ്റ്, ലൈക്ക് എവറി സിംഗിൾ ഗേൾ ഐ ഹവ് മെറ്റ്. ആണുങ്ങളുടെ എക്സ്പീരിയൻസ് അവർ പറയാൻ കുറച്ചുകൂടെ പുറത്ത് പറയുന്നത് അത് വേറൊരു കാറ്റഗറി തന്നെയാണ്. അത് ആണുങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുക. പെൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ സാരില്ല പോട്ടെ, ദിസ് ഇസ് എ നോർമൽ എന്താ പറയുക റിയാലിറ്റി എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കും. ഇതൊന്നും ഫേസ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ പോലും ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, എൻ്റെ കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, ഞാൻ അല്ലാണ്ട് പ്രൊഫഷണൽ സ്പേസിൽ മീറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. നമ്മളൊരു എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് ഈ ചീത്ത വിളിക്കുന്ന ആൾ തന്നെയാണ് എന്തെങ്കിലും ഒരു ക്രൈം നടന്നു കഴിയുമ്പോൾ എൻ്റെ താഴെ പോയിട്ട് അവനെ കൊന്നു കളയണം, അവനെ ഞങ്ങൾക്ക് വിട്ടതാ, ഞങ്ങൾ തീർത്ത് കളയാം എന്നൊക്കെ പറയുന്ന അതേ ആളുകളാണ് നമ്മളിത് നേരെ വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് ഇതാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവർ തന്നെയാണ് ചീത്തയും വിളിക്കുന്നത് വന്നിട്ട്. എപ്പോഴും
സ്ത്രീ എന്ന് പറഞ്ഞ മറ്റേ അമ്മയാണ്, ദൈവമാണ്, ദൈവികമായിട്ടുള്ള ഫേസിനെ അവർക്ക് ഭയങ്കര മനുഷ്യനായിട്ട് കണ്ടിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. അതെ അതെ. ഗൗരിക്ക് 8 വയസ്സായിരുന്നല്ലോ. അപ്പോൾ ആ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഗൗരിയുടെ ഒപ്പം ആൾക്കാരുണ്ടായിരുന്നു, അതായത് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? അവരോട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു റിയാക്ഷൻ? കാര്യം ആ സംഭവം എന്തായാലും ചർച്ച ചെയ്തൊരു സാഹചര്യത്തിൽ പറഞ്ഞാണ്. ഞാനിത് ഓർമ്മിപ്പിച്ചൊരു ട്രോമയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഗൗരി അതിൻ്റെ അതിര് ഗൗരി തന്നെ നിശ്ചയിച്ചോളൂ, ഞാൻ കമ്പൽ ചെയ്യില്ല. ഗൗരിക്ക് പറയാൻ കഴിയുന്നിടത്തോളം അതെങ്ങനെയായിരുന്നു ആ അനുഭവം എന്നുള്ളത് ഗൗരിക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഗൗരിയുടെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാനിത് പറഞ്ഞു കഴിഞ്ഞത് എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും. എൻ്റെ പാരൻസിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. തിരക്കുള്ള ബസ്സായിരുന്നു. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ബസ്സിൽ കയറി ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ ഒരു സീറ്റിൻ്റെ അകത്തോട്ട് കയറ്റി നിർത്തുന്നൊരു കാര്യം ഞാൻ ഒരുപാട് ചെയ്യണ കാണാം. തിരക്കിനിടയ്ക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കയറ്റി നിർത്തിയ സീറ്റിൽ എൻ്റെ പുറകിൽ ഇരുന്ന ആൾ ലൈക്ക് ഒരു 40s 50s ഒരാളത് നേരത്തെ പറഞ്ഞ പോലെ 8 വയസ്സെന്ന് പറഞ്ഞ 10-23 വർഷം മുന്നേ ഉള്ള ആ സമയത്തും എനിക്ക് ആ എല്ലാ സിനേറിയവും ഭയങ്കര ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. അങ്ങോട്ട് കയറ്റി നിർത്തിയപ്പോഴേക്കും ഇയാള് എൻ്റെ പുറകുന്ന് എന്താ പറയുക ഡ്രസ്സിനടിയിൽ കൈയിടാൻ നോക്കണം. അപ്പോൾ ഇത് ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. ഇത് ഞാൻ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. ഇത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തും കോളേജിൽ പോകുന്ന സമയത്തും ഒക്കെ ഒരുപാട് തവണ ഇതിന്റെ പല പല വേരിയേഷൻസ് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതെനിക്ക് മനസ്സിലാവാത്തത് ഇറ്റ്സ് എ വെരി നോർമൽ തിങ് വിച്ച് ഇസ് അതായത് ഒരു ക്രൈം ആയിട്ട് പോലും നോർമലായ ഒരു ക്രൈമാണ്. അപ്പൊ അത് പറയുമ്പോൾ എന്തിനാണ് ഇത്രയും പൊള്ളുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, മാത്രമല്ല ഗൗരി ആ സമയത്ത് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പൊതുസമൂഹത്തോട് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമല്ലല്ലോ. ഇതൊരു ബാഡ് ടച്ച് ആണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്ന ഒരു പ്രായം മാത്രമാണ്. പിന്നീട് വന്ന് ഗൗരി ഇത് വീട്ടിലൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്, ഇങ്ങനെ സ്പർശിക്കുന്നുണ്ട്, അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം? ഇല്ല, അതാണ് അടുത്ത പ്രശ്നം. കുട്ടികൾ ഇത് വീട്ടിൽ വന്ന് പറയണം നിർബന്ധമില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് എന്താണെന്നത് മനസ്സിലായിട്ടില്ല. പക്ഷെ പ്രശ്നമാണ് എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഇതിപ്പം എന്റെ തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. എന്റെ പ്രശ്നമാണ്, ഞാനിപ്പോൾ ഇത് വീട്ടിൽ പറഞ്ഞാലും ഇതിപ്പം ഞാനെന്തോ എന്റെ തെറ്റാണെന്ന് ആലോചിച്ചത് കൊണ്ട് വീട്ടിൽ പറയാത്ത കുട്ടികളുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാവാത്ത കൊണ്ട് അങ്ങനെ മറച്ചു കളയുന്ന ആളുണ്ട്. ഇറ്റ്സ് ലൈക്ക് കുറച്ചുകൂടി ഒരു സൈക്കോളജി ലെവലിലേക്കാണെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്യാന്ന് പറയും, നമ്മൾ ഫൈറ്റ് ചെയ്യാന്ന് പറയും, പിന്നെ ഫ്ലൈറ്റ് എന്ന് പറയും. ചിലപ്പോൾ ഓടി രക്ഷപ്പെടും, ചിലപ്പോൾ അവിടെ ഫ്രീസ് ആവും, ചിലപ്പം തിരിച്ച് പ്രതികരിക്കും, തിരിച്ചടിക്കും എന്ന് പറയും. എന്റെ കണ്ടീഷനിൽ സംഭവിച്ചത് എന്തോ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണം. അപ്പം ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. കുട്ടികൾ അപ്പോൾ വീട്ടിൽ പോയി പറയണമെന്നൊന്നുമില്ല. അവർ മിക്കവാറും അത് അകത്ത് കുഴിച്ചിടുള്ളൂ. വളരെ കുറച്ച് കുട്ടികൾ വീട്ടിലത് പറയുള്ളൂ. പിന്നീട് മറ്റ് വലിയ രീതിയിലൊരു മുറിവേൽപ്പിക്കുന്നത് 13ാമത്തെ വയസ്സിലാണ് എന്ന് ഗൗരി തന്നെ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി ക്രൂരമായിരിക്കും. കാരണം ഈ ഡൊമസ്റ്റിക് സ്പേസിൽ നമ്മളുടെ വീട്ടിലൊക്കെ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് അത് കിട്ടുമ്പോൾ നമ്മൾ വല്ലാതെ തളർന്നു പോകുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരം പരിചയമുള്ള, ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, പരിചയമുള്ള ഒരാളാണ്, എത്രയോ കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്, അയാളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി വരുമ്പോൾ ശരിക്കും നമ്മൾ പകച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ കണക്കുകൾ പ്രകാരമാണെങ്കിലും ശരി, ഈ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ഭൂരിപക്ഷവും സംഭവിക്കുന്നത് ബന്ധുവീടുകളിലോ സുഹൃത്തിൻ്റെ വീടുകളിലോ ആണ്. അറിയാവുന്ന ഇടങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അപരിചിതരെക്കാൾ കൂടുതൽ ബന്ധുക്കളുടെ ആക്രമണമാണ് ഈ കുട്ടികൾ നേരിടുന്നത് എന്നതാണ് കണക്കുകൾ തന്നെ പറയുന്നത്. ഗൗരി ലക്ഷ്മി, ഈ 13ാമത്തെ വയസ്സിൽ അത് എങ്ങനെയാ ഫേസ് ചെയ്തത് ഗൗരി? അത് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ എല്ലാ വെക്കേഷനും പോകുന്നൊരു വീടാണ്. എൻ്റെ എല്ലാ വെക്കേഷനും പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീടുകളിൽ ഞങ്ങൾ പോയി നിൽക്കും. എൻ്റെ അച്ഛൻ്റെ അമ്മയോടോ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ കസിൻസിൻ്റെ കൂടെ സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ റെഗുലർലി പോയിരുന്ന ഒരു വീടാണ്. കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3-4 കുട്ടികൾ ഒരുമിച്ച് കളിക്കാൻ പോവുക. അങ്ങനെ പോയ വഴിക്ക് കഴിഞ്ഞ വെക്കേഷൻ വരെ നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ കളിച്ചിരുന്ന, നമ്മുടെ കൂടെ വളരെ നോർമലായിട്ട് പെരുമാറിയിരുന്ന ഒരാള് പെട്ടെന്ന് ആവശ്യമില്ലാത്തൊരു എന്തൊക്കെയോ വേറെ ആയിട്ട് ചെയ്യുന്നു, നമ്മുടെ അടുത്തുനിന്ന് മാറുന്നില്ല, ഒരു സൈഡിലോട്ട് നമ്മളെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു എന്നുള്ളൊരു പ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ ആ വീട്ടിൽ പോകുന്ന നിർത്തുമായിരുന്നു. ആ സമയത്തും ഇതാരോടാ പോയി പറയേണ്ടത്? ഇപ്പം ഞാനിപ്പോൾ വീട്ടിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുമല്ലോ, നമുക്ക് ഇത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്, പുള്ളി ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്നുള്ള റെസ്പോൺസ് അവരുടെ ഭാഗത്ത് നിന്ന് വരുമോ, ഞാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ വിശ്വസിക്കുമോ എന്നുള്ള ഒരു ഭയമൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട്, അത് ലാൻഡ് ഫോൺ നമ്പറാണ്, അപ്പം മൊബൈൽസ് വന്നിട്ടില്ല തോന്നുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അപ്പോൾ തന്നെ, എൻ്റെ കൂടെ പഠിക്കുന്നൊരു പെൺകുട്ടിയെ അപ്പോൾ തന്നെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടാണ് പറയുന്നത്, ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, എനിക്ക് എന്താണെന്ന് അറിയില്ല. വെരി യങ്, 13 മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. അപ്പം പുള്ളിക്കാർ പറഞ്ഞു, നീ ഇനി അങ്ങോട്ട് പോവാണ്ട എന്നാ കുട്ടി പറഞ്ഞതും അത് പിന്നെ ഞാൻ അങ്ങോട്ട് പോവാണ്ടായി എന്നുള്ളതാണ്. അപ്പം
ആ ഒരു പ്രായത്തിൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറയാനുള്ള ധൈര്യമോ ഒരു അന്തരീക്ഷമോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് അങ്ങോട്ട് പോയിട്ടേ ഇല്ലേ ഗൗരി ആ വീട്ടിലേക്ക്? പിന്നീട് കുറെ നാളത്തേക്ക് ഞാൻ ഈ പുള്ളി ഉണ്ടെങ്കിൽ ആ സൈഡിലോട്ട് ചെല്ലാണ്ട് മറ്റേ അടുക്കള ഭാഗത്തൂടെ ഒക്കെ അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ കൂടെ ഒക്കെ ഇറങ്ങി പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ അവിടുന്ന് സ്കൂട്ടാവുക എന്നുള്ളൊരു. ജീവനോടെ ഉണ്ടോ? ഓ യെസ്. ഈ പരിപാടിയൊക്കെ ഒരുപക്ഷെ റെഗുലർലി പല സ്ഥലങ്ങളിലും ഒക്കെ വെച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടാറുണ്ട്. പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം പുള്ളി റെഗുലർലി ഇത് ഒരുപാട് പേരോട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഐ തിങ്ക് ഇതൊരു വളരെ നോർമൽ കാര്യമായിരിക്കും. ഇതൊരു പീഡോഫീലിക് ആയ ഒരു ഇൻസിഡന്റ് ആണ്. പീഡോഫീലിയ എന്ന് പറയുന്നത് ഒരു രോഗം കൂടിയാണ്, അതൊരു ക്രിമിനൽ ഒഫൻസ് മാത്രമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവരോട് നമുക്ക് 0 ടോളറൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഗൗരി അത് പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്പേസ് ഗൗരിക്ക് തന്നത്. ഇത് ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. എത്ര കുട്ടികൾക്കത് ഇതേപോലൊരു ക്രിയേറ്റീവായിട്ട് അത് പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നറിയില്ല. പലപ്പോഴും അവർ തളർന്നു പോവുകയാണ് പതിവ്. ചില കുട്ടികളൊക്കെ അവരുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കുന്നതും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗൗരി, ഈ കുട്ടികളോട്, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് ഗൗരിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ കുട്ടികൾ എപ്പോഴും അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് ഒരുക്കുക. അവരെന്ത് വന്ന് പറഞ്ഞാലും അത് തള്ളിക്കളയാണ്ടോ അത് വലിയ കാര്യമൊന്നും അല്ല, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന നിങ്ങളുടെ ചിലപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. ഉടനെ ആ ദേഷ്യം അവരുടെ നേരെ പ്രകടിപ്പിക്കാതെ അവർ പറയുന്നത് ഇൻവാലിഡേറ്റ് ചെയ്യാതെ, നീ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇതത്ര വലിയ കാര്യമാണോ, നീ വെറുതെ പറയാണ്, അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇല്ലാണ്ട് എപ്പോഴും കുട്ടികൾക്ക് സംസാരിക്കാനും ഉള്ള സ്പേസ് ഒരുക്കുക. അവരെ കേൾക്കാൻ എപ്പോഴും തയ്യാറാവുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അതായത് നമുക്ക് സേഫ് ആണ് എന്ന് തോന്നുന്ന ഒരു എൻവയോൺമെന്റ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ സംസാരിച്ചേനെ, ഒരുപാട് കാരണം ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള അബ്യൂസസ് ഫേസ് ചെയ്തിട്ട് അത് ആരോടും പറയാണ്ട് ഇപ്പം 30, 35, 40 വയസ്സുള്ള എൻ്റെ പരിചയക്കാരുണ്ട്. ഇപ്പം പോലും അവരുടെ പാരൻസിന് അറിയില്ല. ഈ ചെറുപ്പത്തിൽ അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വന്നിരുന്ന ആള് വളരെ മോശമായിട്ട് അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അവരെ റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പോലും പറയാണ്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ കാര്യം അവർക്ക് സംസാരിക്കാൻ ട്രസ്റ്റ് ഇല്ലായ്മയാണ്. വീട്ടിൽ സംസാരിക്കാൻ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ സ്കൂളിൽ സംസാരിക്കാൻ സ്പേസ് ഇല്ല എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. സോ കുട്ടികൾ സംസാരിക്കുമ്പോൾ ദയവായി കേൾക്കുക. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ, അവരുടെ പ്രൊഫഷണൽ ലൈഫായിരിക്കാം, റിലേഷൻഷിപ്സ് ആയിരിക്കാം, എല്ലാ സ്ഥലത്തും ഇത് എഫക്റ്റ് ആവും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് പാരൻസിനും ടീച്ചേഴ്സിനുമാണ്. ഓക്കെ, ഒരു പ്രേക്ഷകൻ പറയുന്നു, നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു ഗേൾ, ബി സ്ട്രോങ് എന്ന് പറയുന്നു, ധൈര്യമായി തന്നെ മുന്നോട്ട് പോകൂ എന്ന് പറയുന്നു. അതേപോലെ മറ്റൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഗൗരി, ഇത് നിയമ നടപടിയുടെ മുന്നിൽ കൊണ്ടുവന്നുകൂടെ, ആ ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൂ എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തായാലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റിൽ തന്നെ നോക്കിയാൽ കാണാം. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ. ഇറ്റ്സ് എ മിക്സഡ് റെസ്പോൺസ്. ഒരുപക്ഷെ ഗൗരിയോ അല്ലെങ്കിൽ ഗൗരിയുടെ അവസ്ഥയോ മനസ്സിലാക്കാത്ത ആളുകളും ഇതിലുണ്ട്. അവർ കാണുന്നത് ഗൗരിക്ക് ഇതൊരു പെട്ടെന്നൊരു ഫെയിമിലേക്ക് പോകാനുള്ളൊരു വഴി, അതിനുവേണ്ടി ഒരു വിവാദം ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള കമൻറ്റുകൾ പോലും നമ്മളുടെ മുന്നിൽ വരുന്നു. അത്തരം കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഈ സമൂഹം അതെന്താ നന്നാവാത്തത് എന്നൊരു തോന്നലുണ്ടാവുമല്ലോ ഗൗരി? എനിക്ക് തോന്നുന്നു ഐ ഹാഡ് ഇനഫ് എക്സ്പീരിയൻസസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ സൊസൈറ്റി വർക്ക്സ്. അപ്പോൾ ഇതൊരു ഭയങ്കര പുത്തരിയൊന്നും ആയിട്ടുള്ള കാര്യമല്ല. ഇതിപ്പം നമ്മൾ എപ്പോഴും യൂഷ്വലി ആളുകൾ പറയാൻ പേടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് എന്നുള്ളത് ഇസ് എ വെരി നോർമൽ തിങ്. അങ്ങനെ റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഇതിനെയും കാണുന്നുള്ളൂ. അപ്പോൾ ധൈര്യമായി മുന്നോട്ട് പോകും ഗൗരി. എന്നാലും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് പാടിയ പാട്ട്, നേരത്തെ ആ പാട്ട് ഇറങ്ങിയെങ്കിലും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഗൗരി ആ പാട്ട് പങ്കുവെച്ചതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഗൗരി വിധേയമാകേണ്ടി വന്നത്. പക്ഷേ അതൊന്നും ഒരു ആക്രമണമല്ല. കാര്യം ഇത് ഒരുപാട് പെൺകുട്ടികളുടെ അനുഭവമാണ് ഗൗരി പാട്ടായി തുറന്നു പറഞ്ഞത്. അപ്പോൾ തുടർന്നും പാടുക, തുടർന്നും ഈ മുറിവുകളൊക്കെ നമുക്ക് ഉണക്കാൻ സഹായിക്കും. റിപ്പോർട്ടറിൻ്റെ കുടുംബം ഗൗരിക്കൊപ്പം തന്നെയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു ഗൗരി. ഈ പ്രഭാതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കി. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും നമുക്കൊരു വരി പാടി അങ്ങ് അവസാനിപ്പിച്ചാലോ? ഗൗരിയെ കൈ കിട്ടിയിട്ട് വിടാൻ പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് മറന്നിട്ടൊരു പാട്ട്, ഒരു വരി. എന്താ പാടേണ്ടത്? ഏത് പാട്ട്? നമുക്ക് മുറിവുകളൊക്കെ മാറ്റി നമുക്ക് ഒരു അടിച്ചു പൊളിച്ചൊരു വരി പാടി അങ്ങ് അവസാനിപ്പിക്കാം. ഒരു മെസ്സേജ് ആയിട്ടാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും. മെസ്സേജ് ആയിട്ട് എനിക്കൊന്ന് നമുക്ക് അവസാനിപ്പിക്കാം.
അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത. അങ്ങു കിഴക്കത്തെ ചെന്താമരനനനനയിറ്റില്ല തറയിൽ പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തക തകത. ഗൗരി, ഒരു പ്രേക്ഷകൻ പറയുന്നു ബഹ്റിനിൽ നിന്ന്, വെരി ഗുഡ് മിസ്റ്റർ അരുൺ ഫോർ ബ്രിങ്ങിങ് ഹർ ഹിയർ. ഇത് ആൺകുട്ടികൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ജംഷീർ പറയുന്നു. ഗൗരിക്ക് എല്ലാവിധ പിന്തുണയുമുണ്ടെന്ന് അനീഷ് പറയുന്നു. ആൺകുട്ടികളെ പോലും വെറുതെ വിടാത്തവരുണ്ടെന്ന് എബ്രഹാം പറയുന്നു. ആ ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഗൗരിയെ അഞ്ജുശ്രീ പിന്തുണയ്ക്കുന്നു. പാട്ട് അടിപൊളിയാണെന്ന് മുഹമ്മദ് മുഹസിൻ പറയുന്നു. സിമ്പിൾ ലൈഫ്. ഗൗരി ഞങ്ങൾ കൂടെയുണ്ട് മോളെ എന്ന് പ്രേക്ഷകർ പറയുന്നു. ധാരാളം കമൻറ്റുകൾ അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഗൗരിയോട് പറയാം. ഈ ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ ഗൗരി, ഈ പെൺകുട്ടികളുടെ കാര്യം എന്നതുപോലെ ഞാനും എനിക്കൊന്നൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു തീവണ്ടി യാത്രക്കിടയിൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. നമ്മൾ ഈ തീവണ്ടി യാത്രയിൽ ലോവർ ബർത്തിൽ കിടന്നുറങ്ങുമ്പോൾ അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ അവിടെ ഇരിക്കുന്നു എന്ന വ്യാജേന ഒരു പത്രം എടുത്തിട്ടാണ് സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ വരുന്നത്. പക്ഷേ അന്ന് നമ്മൾ ഈ പുറത്ത് സമൂഹമായിട്ടൊക്കെ ഇടപഴകി പോകുന്നതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് വായിച്ചിട്ടുള്ളത് കൊണ്ടും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മളത് ചാടി എഴുന്നേറ്റ് ഇരിക്കുക ചെയ്യുന്നത്. പിന്നീട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അവിടെ ഇരുന്ന് ഉറങ്ങുക ചെയ്യുന്നത്. അങ്ങനത്തെ അവസ്ഥ ആൺകുട്ടിയായി എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് നിന്ന്, അത് തിരുവനന്തപുരത്ത് കൊല്ലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് അന്നൊരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിയില്ല. ഞാനിത് പ്രേക്ഷകരോട് തുറന്നു പറയുന്നത്, ഇത്തരം സന്ദർഭങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് മാത്രമല്ല ഗൗരി പറഞ്ഞതുപോലെ ഉണ്ടാവുന്നത്, ആൺകുട്ടികൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ തുറന്നു പറയണം. അതുകൊണ്ടാണ് ഗൗരിയെ നമ്മൾ ഇന്ന് ഈ വാർത്താ പ്രഭാതത്തിൽ എത്തിച്ചത്. ഗൗരിക്ക് ഇങ്ങനെ വിവാദമുണ്ടാക്കിയ ഫെയിം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഗൗരി നല്ല പാട്ടുകാരിയാണ്. ഗൗരിക്ക് ഇഷ്ടംപോലെ ഷോകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഗൗരി പറഞ്ഞ കാര്യം അത് പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കട്ടെ. താങ്ക് യു ഗൗരി. ഗൗരി നമ്മുടെയൊക്കെ വീട്ടിലൊരു കുഞ്ഞനിയത്തിയെ പോലെയാണ്, നമ്മളെ ഒരു സഹോദരിയെ പോലെയാണ് ഗൗരി, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ കുടുംബത്തിൽ ഒരു അംഗമായി കഴിഞ്ഞു ഗൗരി. ഗൗരിയെ നമ്മളെ തുടർച്ചയായിട്ട് ഈ പരിപാടികൾക്ക് വിളിച്ചിരുന്നു. 3ാമത്തെ തവണയാണ് ഗൗരി ഈ പ്രഭാത പരിപാടിയിൽ തന്നെ പങ്കെടുക്കുന്നത്. 3 ഘട്ടങ്ങളിലായി. താങ്ക് യു ഗൗരി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഗൗരിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഗൗരി പറഞ്ഞതുപോലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, രക്ഷിതാക്കൾ, ഇത് ഏതെങ്കിലും തരത്തിൽ ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്പേസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഇത് മനുഷ്യരുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിത് തുറന്നു പറയുന്നത്. തുറന്നു പറയണം ആ അനുഭവങ്ങൾ. അത് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് അവരെ കേൾക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുമ്പോഴാണ്. ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, അതെന്താണ് എന്നുള്ളത് കുട്ടികളെ കുട്ടിക്കാലം മുതൽ തന്നെ പഠിപ്പിക്കണം. അതുണ്ടാക്കുന്ന ട്രോമ ചെറുതല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരം അനുഭവങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി കിടക്കുക. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കേണ്ടത് ആ ഓർമ്മയാണ്. പകരം എത്രയോ സുന്ദരമായ ഓർമ്മകൾ ആ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഓർമ്മകളൊക്കെ നല്ല ക്ലാരിറ്റിയോട് കൂടി നിൽക്കുമ്പോഴല്ലേ നല്ലൊരു കുട്ടിയായി തീരുക അല്ലേ? അപ്പോൾ മുറിവുകൾ ഇനി കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ, തീപ്പൊള്ളലേറ്റ മുറിവുകളുമായി കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം.